നമസ്തേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീഡിയോയിൽ എന്താ പറയുക, ചേമ്പലപ്പം, ചേമ്പലക്കറി ഇത് രണ്ടും ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ചേമ്പലക്കറി നമ്മൾ ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ അത് നിങ്ങളും എല്ലാവരും ഉണ്ടാക്കി നോക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആരുടെയും ഫീഡ്ബാക്കൊന്നും കിട്ടിയില്ല. അപ്പം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ലാസ്റ്റ് വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ഷോർട്ടല്ല, വീഡിയോ തന്നെ എടുത്ത് നോക്കണം. അപ്പോൾ മറ്റേ ഇലക്കറി ഉണ്ടാക്കാനായിട്ട്, അതായത് ചേമ്പിലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ചേമ്പിലകൾ ജസ്റ്റ് എടുത്തിട്ട് അത് കട്ട് ചെയ്തിടുക ചെയ്തത്. പക്ഷേ ചേമ്പിലപ്പത്തിന് അങ്ങനെയല്ല. ചേമ്പിലപ്പത്തിന് ആ ഇല ഒന്ന് കുറച്ചും കൂടി ഒന്ന് വലിയ ഇലകളാണ്. അപ്പോൾ അതൊന്ന് വെള്ളത്തിലൊന്ന് മുക്കി വയ്ക്കണം കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ മുക്കി വെച്ചാൽ മതിയാവും. ഇതിപ്പോൾ വലിയ ഇലകളായതുകൊണ്ടും അതിൻ്റെ കറകൾ പോകാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഇങ്ങനെ മുക്കി വയ്ക്കുന്നത്. അപ്പം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുളി മസ്റ്റായിട്ടും വേണ്ട ഒരു കാര്യമാണെന്ന്. പുളി വേണം. പിന്നെ വേണ്ടത് പച്ചരിയാണ്. ഇവിടെ ഞങ്ങൾ 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. 3 കപ്പ് അരിക്ക് ഒരു 4-5 ചേമ്പിലപ്പം കിട്ടും കേട്ടോ. അതായത് അങ്ങനെ കിട്ടും എന്നല്ല, നമ്മൾ ചേമ്പിലയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ കൂട്ട് തയ്യാറാക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് വറ്റൽമുളക്, പിന്നെ വേണ്ടത് നാളികേരമാണ്. പിന്നെ വേണ്ടത് കായം ഈ പറയുന്ന പോലെ പൊടി ഉണ്ടെങ്കിൽ അതിടാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ അലിയിപ്പിച്ചിട്ട് ചേർത്താലും മതി. പിന്നെ മിക്സിയിൽ വിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കിനും കായം കൂടെ ബ്ലെൻഡ് ആയിക്കോളും. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനിടുക. പിന്നെ എല്ലാം ഒന്ന് മിക്സിയിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ആദ്യം ഞങ്ങൾ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ നാളികേരവും വറ്റൽമുളകും പുളിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. സോഫ്റ്റ് ആവരുത് കേട്ടോ. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അധികം സോഫ്റ്റ് ആവരുത്. അപ്പോൾ ആദ്യമേ അത് അങ്ങ് എടുത്തു. അതിന് ശേഷമാണ് അരി മിക്സിയിലിട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും അരിയും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തത്. അരി അരയ്ക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. കുറച്ച് വെള്ളം വേണം ഒഴിക്കാനായിട്ട്. അതായത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ കൂട്ടുണ്ടല്ലോ, അത് നമ്മളുടെ ചേമ്പിലയിൽ തേച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ദോശയ്ക്ക് നമ്മൾ അരയ്ക്കുമ്പോഴത്തേക്കിനും കുറേ വെള്ളം ഒഴിച്ചിട്ടാണല്ലോ അരയ്ക്കുക. അപ്പോൾ അത്രയും വേണ്ട, കുറച്ച് തിക്കായിട്ടിരിക്കണം. വലിയ തിക്നെസ്സും അല്ല കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് അരയ്ക്കാനായിട്ട്. പിന്നെ കുറച്ച് തരിയായിട്ട് വേണം താനും കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനിയുള്ള പരിപാടിയാണ് മെയിൻ പരിപാടി. അത് കാണേണ്ട തന്നെയാണ് കേട്ടോ. അതിന് ആദ്യം തന്നെ വേണ്ടത് ഒരു വാഴയിലയാണ്. വാഴയില ഇതുപോലെ ഇങ്ങനെ നിലത്ത് എപ്പോഴും നിലത്ത് ഇരുന്ന് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. നിങ്ങൾക്ക് നല്ലൊരു ടേബിൾ ഇത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിന്നും ചെയ്യാം. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ നിലത്തിരുന്ന് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ ആദ്യമേ തന്നെ ഈ വാഴയിലയിൽ എല്ലാ ചേമ്പിലകളും നിരത്തി ആ മാവുണ്ടല്ലോ, നമ്മൾ അരച്ചു വെച്ചിരുന്ന കൂട്ട് ഇതുപോലെ അങ്ങ് പരത്തി അങ്ങ് തേച്ച് കൊടുക്കുക. ആദ്യത്തെ ഇലയിൽ മാവ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം രണ്ടാമത്തെ ഇല കുറച്ച് സൈഡിലായിട്ട് ഇതുപോലെ വയ്ക്കുക. അപ്പം ഫസ്റ്റ് വെക്കുന്ന ഇലയും രണ്ടാമത്തെ, അതായത് ഏറ്റവും അടിയിലത്തെ ഇലയാണല്ലോ, അപ്പോൾ അത് ഒരേ നീളമുള്ളതായിരിക്കണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണേ. അതായത് ഒരേ വലിപ്പമുള്ള ഇല വേണം എടുക്കാൻ. അങ്ങനെ ഓരോന്നിൻ്റെ മേളിൽ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് അതിങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ചെറിയ ഇലകളുണ്ടെങ്കിൽ അത് അമ്മ അതിനകത്ത് തപ്പിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് വെച്ച് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. അതാണ് ചേമ്പിലപ്പം എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ സ്വന്തമായിട്ട് ചേമ്പിലപ്പം ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കുമ്പോൾ അതിൽ എല്ലാം 1 by 1 ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും കേട്ടോ. ഇതിനകത്ത് ഏറെക്കുറെ മിസ്സിങ് ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതിന് ഞാൻ ഉറപ്പായിട്ടും ആൻസർ തരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്കിനി ഇത് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു റോളായിട്ടാണ് മടക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ 2 സൈഡ് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ മാവ് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഇതുപോലെ റോൾ ചെയ്ത് അങ്ങറ്റം വരെ കൊണ്ടുപോവുക. അതാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഈ റോള് നന്നായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം മേലെ കൂടെ മാവ് തേച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് ഒരു ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ആദ്യമേ ചൂടാക്കിയിട്ട് അത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
സാധാരണ ഇതിങ്ങനെ കെട്ടി വെക്കലുണ്ട് എല്ലാം കഴിയുമ്പോഴത്തേക്കിനും വാഴയുടെ ആ ഒരു നാരുണ്ടല്ലോ അത് വെച്ച് കെട്ടി വെക്കലുണ്ട്. പക്ഷേ ഇവിടെ അമ്മ അതൊന്നും ചെയ്തില്ല. അമ്മ എപ്പോഴും അമ്മയുടെ സിംപ്ലസ്റ്റ് വേ ആണ് നോക്കാറ്. അപ്പോൾ ഇതും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു സ്പൂണിൻ്റെ അറ്റം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് കുത്തി നോക്കിയാൽ മതി വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാമല്ലോ. അതിൻ്റെ മാവ് നമ്മൾ സ്പൂണിൽ പിടിക്കില്ല, അതാണ് ആക്ച്വൽ വേവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ലാസ്റ്റ് നമുക്ക് കിട്ടിയ റിസൾട്ട്. അപ്പോൾ ഇനി നമുക്കത് കഴിച്ച് നോക്കാം. ഇത് കഴിക്കേണ്ട ഒരു രീതിയും കൂടി ഉണ്ട് കേട്ടോ. ഇതാദ്യമേ എണ്ണ മുക്കിയാണ് കഴിക്കേണ്ടത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് എണ്ണ അതിനകത്ത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് ചെറിയ പീസ് എടുത്ത് എണ്ണ മുക്കി കഴിക്കുക. അതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. കൊമണികൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഐറ്റം ടേസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നത് ഇവിടുത്തെ അമ്മയും പിന്നെ മേമയും ആയിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ മേമ ആദ്യമായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നത് കൊണ്ട് കുറച്ചൊന്ന് ഒരു ഇതുണ്ടായിരുന്നു, എങ്ങനെ ഇരിക്കും എന്നറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പക്ഷേ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, സംഭവം സൂപ്പറാണ്. എന്തായാലും ഞങ്ങൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.